ഇന്ന് നാം പഠിക്കുന്നത് ഖുർആൻ ഓതുമ്പോൾ മണിച്ച് ഉച്ചരിക്കേണ്ട പദങ്ങൾ. അത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാൻ പോവുകയാണ്. ഫമയ്യ എത്തിക്കും എന്നാണ് എഴുതിയേക്കുന്നത്. ഫമയ്യ എത്തിക്കും കണ്ട, ഫമ. ഇവിടെ ഈ നൂനുണ്ട്. ഈ നൂനിന് സുക്കൂനായ യഥാർത്ഥത്തിൽ ഈ നൂനിൻ്റെ സുക്കൂനിനെ വ്യക്തമാക്കി ഇവിടെ പറയത്തില്ല, വ്യക്തമാക്കി ഉച്ചരിക്കത്തില്ല, പറയത്തില്ല, മൊഴിയത്തില്ല. ഈ നൂനിൻ്റെ സുക്കൂനിനെ ഇവിടെ പറയത്തില്ല. അന്നേരം അതിന് പകരം ഫമയ്യ ഉണ്ടാവും. ഫമയ്യ, ഫമൻ യ എന്ന് പറയത്തില്ല, ഫമൻ യ എന്ന് പറയത്തില്ല. പറയാത്ത എങ്ങനെ? ഫമൻ യ എന്ന് പറയില്ല. പിന്നെ എങ്ങനെ? ഫമയ്യ എത്തിക്കും. ഫമയ്യ ഹംസ്. ഫമയ്യ എത്തിക്കും, ഫമയ്യ എത്തിക്കും. മനസ്സിലായല്ലോ? ഫമൻ എന്ന് വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കത്തില്ല, പറയത്തില്ല. ഫമയ്യ എത്തിക്കും, ഫമയ്യ എത്തിക്കും. അതുകൊണ്ട മൈ എന്നിങ്ങനെ മണിച്ച് പറയണം. ഫമയ്യ എത്തിക്കും, ഫമയ്യ എത്തിക്കും. വേണ്ട, മയ്യ. മൻ യ എന്ന് പറയത്തില്ല, മൻ യ എന്ന് പറയരുത്. ഫമയ്യ പറയരുതെന്ന് പറയുന്നത് എങ്ങനെയാ? ഫമന്യ എന്ന് പറയുകയില്ല. ഒന്നുകൂടെ പറയാണ്, ഫമയ്യ എത്തിക്കും. അടുത്തത് കണ്ടോ, മീമ് കസർ മീ. ഇവിടെ നൂനിന് സുക്കൂനാണ് യഥാർത്ഥത്തിൽ. ഈ നൂനിൻ്റെ സുക്കൂനിനെ വ്യക്തമാക്കാതെ കണ്ട് ഇവിടെ മണിച്ച് പറയും. മിന്ദു എന്ന് പറയത്തില്ല, പിന്നെ എങ്ങനെയാ? ഇച്ചിരി നേരം സമയമെടുത്ത് നീട്ടി പറയണം. മിന്ദു എന്ന് പറയരുത്. മിൻദുനൂബിക്കും എന്ന് പറയരുത്. മിൻദുനൂബിക്കും. അടുത്തത് ലനന്തു എന്നാണ് ഈ പദം. നൂനിന് സുക്കൂനാണ്. ഈ നൂനിൻ്റെ സുക്കൂനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കത്തില്ല, പറയത്തില്ല. ഇവിടെ മണിച്ചു പറയും. ലനന്തു ഇങ്ങനെ ഒന്ന് മൂളി ഒന്ന് മണിച്ചു പറയണം. ലനന്തു. അതുകൊണ്ടാണ് ഈ നൂനിൻ്റെ സുക്കൂനെ എഴുതാതിരുന്നത്. ഇവിടെ വ്യക്തമാക്കി പറയരുത്. അതുകൊണ്ട് ലനന്തു. കുറച്ച് നീട്ടി ഞാൻ പറയുന്നത്, പതിവിനേക്കാൾ നീട്ടി പറയുന്നത് നിങ്ങൾ പഠിക്കുന്നവർ ആ ഭാഗം ശ്രദ്ധിച്ച് പറയാൻ വേണ്ടിയാണ്. അത്രയും അങ്ങ് മണിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും കുറച്ച് മണിക്കുക. ലനന്തു ലനന്തു ലനന്തു
ഫമയ്യ ഫമയ്യഅ്തി ഫമയ്യഅ്തികും ഫമയ്യ ഉണ്ടോ മണിക്കണം ഇവിടെ ഫമയ്യ വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ മണിച്ചൊക്കെ ഓതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള ഭാഗമാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ഭാഗങ്ങളും എഴുത്തിൻ്റെ എല്ലാ വശങ്ങളും എങ്ങനെ വായിക്കേണ്ട ശൈലികളും എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ വായന എല്ലാം ഖുർആൻ ഓതൽ എളുപ്പമാകും. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഫമയ്യ പറയരുതാത്ത എങ്ങനെ ഫമൻ യ അങ്ങനെ പറയത്തില്ല. ഇവിടെ മണിക്കണം. ഫമയ്യഅ്തികും മിൻദുനൂബികും ലനന്തു അലാ അയിന് അലാ അന്നു എന്ന് പറയത്തില്ല. അന്നു എന്ന് പറയത്തില്ല. അന്നു മണിച്ചു പറയണം. അന്നു അലാ അന്നുബദ്ദില അലാ അന്നുബദ്ദില അവിടെ ഇവിടെ മണിച്ചു പറയണം. അലാ അന്നുബദ്ദില. അടുത്തത് ഇവിടെ ഫാന്ന് നമുക്ക് എഴുതായിട്ട് തോന്നും, അങ്ങനെ വായിക്കത്തില്ല. ഇത് നീട്ടാൻ ഈ ഫാന്ന് നീട്ടി വായിക്കാനുണ്ട് എഴുതിയേക്കുന്ന അലിഫല്ലിത് കണ്ടോ. ഈ അലിഫിന് ഇവിടെ ഉച്ചാരണമില്ല. ആ ഇ ഉ എന്നൊന്നും ഈ അലിഫിനെ വായിക്കത്തില്ല, പറയത്തില്ല. ഫന്ത കണ്ടോ. ഈ നൂനിനെ മണിച്ച് പറയും. ഒന്നുകൂടെ പറയാം, ഇവിടെ മണിച്ച് പറയേണ്ടതാണ്. നിറച്ച് ഫുൾ ശബ്ദം, ഫുൾ വോളിയം. ഇങ്ങനെ മൂളി എന്ന് പറയും. അടുത്തത് ഹുവ ജുന്ദുൻ. ജുൻ എന്ന് വ്യക്തമാക്കത്തില്ല, പറയത്തില്ല. ഹുവ ജുന്ദുൻ ഒന്ന് മൂളി പറയണം. ഹുവ ജുന്ദുൻ അലാ അന്നുബദ്ദില ഉണ്ടോ. മണിച്ച് പറഞ്ഞോ. എന്ന് പറയത്തില്ല. എന്ന് പറയത്തില്ല. ഹുവ ജുന്ദുൻ
അടുത്തത് ഈ പദം യൻസുറുക്കും എന്നാണ്. ഇനി അതിനെ വ്യക്തമാക്കി പറഞ്ഞുതരാം. യാ യാ യാ, അടുത്തത് നൂന്, അടുത്തത് സ്വാദിനെയാണ് വായിക്കുന്നത്. യാ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വാദ്. യൻസു, വാ നിറച്ച് ഫുൾ വോളിയം, ഫുൾ ശബ്ദത്തിൽ പറയണം. യൻസു യൻസു യൻസു, എൻ എന്ന് വ്യക്തമാക്കരുത്. യൻസുറുക്കും 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 യൻസുറുക്കും. വമൻ ഫിൽ അർളി ഉണ്ടോ? വ മ വ മ, ഈ നൂനിനെ ഇനി മണിച്ച് പറയും. പിന്നെ അത് കഴിഞ്ഞ് ഫ ഇനിയാണ് പറയേണ്ടത്. വ മ ഫി ഉണ്ടോ? വമൻ അമൻ ഫിൽ അർളി, ഫി ഉണ്ടോ? ഇവിടെ മണിച്ച് പറയും. ഫമൻ വമൻ ഫി വമൻ ഫി വമൻ ഫി ഉണ്ടോ? കുറച്ച് നീട്ടി ഞാൻ വായിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത്രയൊന്നും നീട്ടേണ്ട കാര്യമില്ല, മണിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ ഇച്ചിരി നീട്ടിയൊക്കെ പറയുന്നത്, കൂടുതൽ മണിക്കുന്നത്. വമൻ ഫി വമൻ ഫി വമൻ ഫിൽ അർളി വമൻ ഫിൽ അർളി വമൻ ഫിൽ അർളി. ഫി ഫീ എന്ന് യാഇനെ, ഈ ഫാഇനെ നീട്ടി വായിക്കാനുള്ളതല്ല, ഫാഇനെ നീട്ടി വായിക്കാനുള്ളതല്ല യാ. ഈ യാഇന് ഉച്ചാരണമില്ല, ഈ അലിഫിന് ഉച്ചാരണമില്ല. കണ്ടോ? ഫി ഇൽ ഫി ഇൽ ഫിൽ ഫിൽ അർളി അർളി വമൻ ഫിൽ അർളി വമൻ ഫിൽ അർളി. ലൗ ലൗ കുന്തും കുന്തും ആണോ? മണിച്ച് പറയണം. ലൗ കുന്തും ലൗ കുന്തും ലൗ കുന്തും. ഇനി ഇവിടെ എല്ലാം മണിച്ച് പറയാൻ പോവാണ്, ശ്രദ്ധിക്കണം. ഫമൈയഅ്തീകും, ഇപ്പം നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ശൈലിയിലാണ് ഇപ്പോൾ പറയുന്നത്, അതുപോലെ നമ്മൾ ഓതി പഠിക്കുകയും വേണം ഖുർആൻ കാണുമ്പോൾ. ഫമൈയഅ്തീകും 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 മിൻദുനൂബിക്കും മിൻദുനൂബിക്കും. ഉണ്ടോ? നല്ല വിശുദ്ധ ഖുർആൻ്റെ ശൈലിയിൽ ഓതുന്ന ശൈലിയായി പറഞ്ഞു തരുന്നത്. ഖുർആൻ പഠിക്കുമ്പോൾ ഓതാൻ പഠിക്കുമ്പോൾ ഇത് ആണ് നാം അനുവർത്തിക്കേണ്ടത്. ഇതാണ്, ഈ ശൈലിയിലാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മിൻദുനൂബിക്കും 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 മിൻദുനൂബിക്കും. ലനന്തു ലനന്തു ലനന്തു, നല്ലതുപോലെ മണിച്ച് പറ. ലനന്തു ലനന്തു ലനന്തു. ഫമൈയഅ്തീകും ഉണ്ടോ? മണിച്ച് പറയണ്ടോ? ഇതുപോലെ ഓതണം. ഫമൈയഅ്തീകും 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 മിൻദുനൂബിക്കും
ബിക്കും മിനൂബിക്കും മിനൂബിക്കും ലനന്തു 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 ലനന്തു. ആ ഖുർആൻ ഓതുന്നതിൻ്റെ തനതായ ശൈലിയിലാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. ആദ്യം ഇതൊന്നും ഇല്ലാതാ. അങ്ങനെ മണിച്ച് നല്ല സ്വരമാധുര്യത്തിൽ നാം ഓതി ശീലിക്കണം. ലനന്തു, ഞാൻ ഓതുന്ന അതേ ശൈലിയിൽ തന്നെ നിങ്ങൾ ഓതിപ്പഠിക്കണം. ലനന്തു ലനന്തു ഫമയഅ്തികും ഫമയഅ്തികും മിനൂബിക്കും മിനൂബിക്കും ലനന്തു ലനന്തു അല അല്ല അതിനാണ് അയിൻ തൊണ്ടയുടെ മധ്യഭാഗം കൊണ്ട് തൊണ്ട വെച്ച് ഞെരുക്കി പറയേണ്ട അക്ഷരമാണ്. ഒരു ആന്ന് പറയരുത്, അലിഫല്ല. അല അന്നുബദ്ദില, മണിച്ച് നല്ലോണം മണിച്ച് നല്ല സ്വരമാധുര്യം വേണം. അല അന്നുബദ്ദില അല അന്നുബദ്ദില അല അന്നുബദ്ദില അല അന്നുബദ്ദില അല അന്നുബദ്ദില ഫൻതലഖൂ 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 മണിച്ചു പറയാം. ഫൻതലഖൂ ഹുവ ജുന്ദുൻ ഹുവ ജുന്ദുൻ ഹുവ ജുന്ദുൻ ഹുവ ജുന്ദുൻ. യൻസുറുക്കും, ഇവിടെ മണിച്ചു പറയണം, നല്ലതുപോലെ നല്ല സ്വരമാധുര്യം വേണം. യൻസുറുക്കും 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 യൻസുറുക്കും. മണിച്ച് നല്ല രീതിയിൽ മണിച്ചു പറയണം. യൻസുറുക്കും വമൻ ഫിൽ അർളി 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 ലൗ കുന്തും. അതാ ഇവിടെ നല്ല രീതി നല്ല സ്വരമാധുര്യം വേണം. ലൗ കുന്തും ലൗ കുന്തും ലൗ കുന്തും ലൗ കുന്തും. ഒന്നുകൂടെ വായിക്കാം. യൻസുറുക്കും യൻസുറുക്കും യൻസുറുക്കും. സ്വാദ് വാന്നറിച്ച് ഫുൾ ശബ്ദം ഫുൾ വോളിയം വരണം. യൻസുറുക്കും വമൻ ഫിൽ അർളി വമൻ ഫിൽ അർളി
വമൻ ഫിൽ അർളി ലൗ കുന്തും ഒന്നുകൂടെ ഫമൈതീക്കും മിൻ ദുനൂബിക്കും ളനന്തു അലാ അൻ നുബദ്ദില فانطلقوا هو جند ينصركم ومن في الأرض لو كنتم ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം. വമയഅ്തീകും നല്ലോണം മണിച്ച് നല്ല സ്വരമാധുര്യവും ആക്കിയെടുക്കണം. നല്ല സ്വരത്തിൽ നമ്മൾ പോകണം. ഫമയഅ്തീകും മിൻ ദുനൂബിക്കും ളനന്തു അലാ അൻ നുബദ്ദില فانطلقوا هو جند ينصركم ومن في الأرض لو كنتم ഇത് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ശൈലിയിലാണ് ഞാൻ വായിച്ചത്. വെറും അറബിൻ്റെ വായനയല്ല ഈ വായിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതേ ശൈലിയിൽ തന്നെ മണിച്ച് നല്ല രീതിയിൽ ഓതി പഠിക്കണം. ഇൻഷാ അല്ലാഹ്
ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഖുർആൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഇത് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് ഈ ഭാഷയിലുള്ള നൂലാമാലകൾ എന്ന് പറഞ്ഞാൽ ചില അക്ഷരങ്ങൾ കാണുമ്പം ആ അക്ഷരത്തിന് ഉച്ചാരണമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മണിക്കേണ്ടതായിട്ടുണ്ട്, അത് നമ്മൾ അറിയണം. പിന്നെ പദത്തിൻ്റെ അവസാനം അലിഫിനെ എഴുതും, തൻവീനിന് ശേഷം അലിഫിനെ എഴുതും, അതിനൊന്നും ഉച്ചാരണമില്ല. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇനി സ്പീഡിൽ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ശൈലിയിൽ ആവർത്തിച്ച് നാം ഓതി ശീലിക്കണം. സമയം ദൈർഘ്യമാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.